അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത് മുതൽ ജോലി പോകുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ. ഇപ്പോൾ യുഎഇയിലെ തൊഴിൽ വിപണിയിൽ നിശബ്ദമായ ഒരു വിപ്ലവം നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആഗോള സാമ്പത്തിക പ്രതിസന്ധികളും പ്രാദേശിക സംഘർഷങ്ങളും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും പ്രവാസികളുടെ നെഞ്ചിടിപ്പേറുന്ന കൂട്ടപ്പിരിച്ചുവിടൽ എന്ന പേടി സ്വപ്നത്തിന് കമ്പനികൾ അന്ത്യം കുറിക്കുകയാണ്. പകരം ജീവനക്കാരെ ചേർത്ത് നിർത്തുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു തൊഴിൽ സംസ്കാരം ഇവിടെ രൂപപ്പെടുന്നുണ്ട്. ജോലി പോയേക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഈ മാറ്റം എന്താണ്? കമ്പനികൾ എന്തിനാണ് പുതിയ ആനുകൂല്യങ്ങളുമായി നിങ്ങളെ തേടിയെത്തുന്നത്? യുഎഇയിലെ ബിസിനസ് ലോകം പരീക്ഷിക്കുന്ന ഹൈബ്രിഡ് ലേബർ മോഡൽ നിങ്ങളുടെ കരിയറിനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. നിലവിലെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുന്നതും രാജ്യത്ത് നടക്കുന്ന സംഘർഷങ്ങളും യുഎഇയുടെ തൊഴിൽ വിപണിയിൽ പ്രതിസന്ധികളും മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. മുൻപ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കമ്പനിയുടെ നിലനിൽപ്പിനായി ആളുകളെ പിരിച്ചുവിടുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ യുഎഇയിലെ കമ്പനികൾ ഈ രീതികൾ മാറ്റുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കൂട്ടപ്പിരിച്ചുവിടലുകൾക്ക് പകരം നിലവിലുള്ള ജീവനക്കാരെ സംരക്ഷിക്കാനും പുതിയ റിക്രൂട്ട്മെന്റുകളിൽ കൂടുതൽ ആളുകളെ നിയമിക്കാനുമാണ് കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നത്. യുഎഇയിലെ കമ്പനികൾ സെലക്റ്റീവ് ഹിയറിംഗ്, ഫ്ലെക്സിബിൾ റോളുകൾ എന്നീ രീതികളിലേക്ക് മാറുകയാണ്. ഹൈബ്രിഡ് ലേബർ മോഡലാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇനി എന്താണ് ഹൈബ്രിഡ് ലേബർ മോഡൽ എന്ന് ചോദിച്ചാൽ, യുഎഇയിലെ കമ്പനികൾ അവരുടെ നിലനിൽപ്പിനായി ഇപ്പോൾ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഹൈബ്രിഡ് ലേബർ മോഡൽ. ബിസിനസിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സ്ഥിരം ജീവനക്കാരെ കമ്പനിയിൽ തന്നെ നിലനിർത്തുകയും എന്നാൽ മറ്റു പുതിയ പ്രോജക്റ്റുകളിലേക്ക് ഫ്രീലാൻസ് അല്ലെങ്കിൽ കോൺട്രാക്ട് ജീവനക്കാരെ നിയമിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഈ രീതി അവതരിപ്പിക്കുന്നതിലൂടെ സ്ഥിരം ജീവനക്കാർക്ക് നൽകേണ്ടി വരുന്ന വലിയ അലവൻസുകളും ആനുകൂല്യങ്ങളും കുറയ്ക്കാൻ കമ്പനികൾക്ക് സാധിക്കുന്നു. പ്രോജക്ട് മാനേജ്മെന്റ്, സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലാണ് ഇത്തരം രീതികൾ പരീക്ഷിക്കുന്നത്. ഓൺ ഡിമാൻഡ് നിയമനങ്ങളിൽ 25% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനികൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഫ്രീലാൻസ് ജീവനക്കാരെ നിയമിക്കാൻ തുടങ്ങുന്നത് പ്രവാസികൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു നൽകുന്നതാണ്. ഒരേ സമയം ഒന്നിലധികം പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പ്രൊഫഷണലുകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകും. പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT മേഖലയിൽ ഉള്ളവർക്ക് ഈ ഓൺ ഡിമാൻഡ് നിയമനങ്ങൾ വലിയ മുതൽക്കൂട്ടാണ്. ശമ്പള വർധനവിന് പകരം ലഭിക്കുന്ന വർക്ക് ഫ്രം ഹോം സൗകര്യങ്ങളും ഫ്ലെക്സിബിൾ വർക്കിംഗ് സമയവും പ്രവാസികളുടെ ജീവിത നിലവാരം ഉയർത്താനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുമൊക്കെ സഹായിക്കും. പുതിയ നിയമനങ്ങൾ കുറയുമ്പോഴും കൈവശമുള്ള മികച്ച ജീവനക്കാരെ വിട്ടുകളയാൻ കമ്പനികൾ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ മികച്ച ജീവനക്കാരുടെ ജോലി പോകുമോ എന്ന ഭയം വേണ്ട. ബിസിനസ് മേഖലകളിൽ പുതിയ ജീവനക്കാരെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്നതിനേക്കാൾ ലാഭകരം നിലവിലുള്ളവരെ സംരക്ഷിക്കുന്നതാണെന്നാണ് കമ്പനികൾ പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ശമ്പളം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് സമയം, വർക്ക് ഫ്രം ഹോം സൗകര്യം, മാനസികാരോഗ്യ പാക്കേജുകൾ എന്നിവ നൽകി ജീവനക്കാരെ നിലനിർത്താൻ കമ്പനികൾ ശ്രമിക്കുന്നുണ്ട്. നിലവിലുള്ള ജീവനക്കാർക്ക് പുതിയ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകി അവരെ കൂടുതൽ കാര്യക്ഷമമാക്കാനും അവരിൽ നിന്ന് മികച്ച പ്രവർത്തനം ലഭിക്കാനും കമ്പനികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആഗോള ഊർജ്ജ പ്രതിസന്ധിയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും കാരണം ടൂറിസം, കൺസ്ട്രക്ഷൻ മേഖലകളിൽ നിയമനങ്ങൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ ഇപ്പോഴും സ്ഥിരം നിയമനങ്ങൾക്കാണ് മുൻഗണന. യുഎഇയുടെ തൊഴിൽ മേഖലയിലെ ഈ പരിവർത്തനം സമാധാനപരമായ ഒരു ഭാവിയിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ ജീവനക്കാരെ കൈവിടാതെ അവരെ പുതിയ കാലത്തിനനുസരിച്ച് പ്രാപ്തരാക്കുന്നത് കമ്പനികളുടെ ദീർഘവീക്ഷണത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ടൂറിസം, കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളിൽ താൽക്കാലിക മന്ദതയുണ്ടെങ്കിലും ആധുനിക സാങ്കേതിക മേഖലകളിലെ തൊഴിൽ സാധ്യതകൾ പ്രവാസികൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. തൊഴിലുടമയും തൊഴിലാളിയും പരസ്പര വിശ്വാസത്തോടു കൂടി മുന്നോട്ടു പോകുന്ന ഈ പുതിയ മോഡൽ മധ്യപൂർവേഷ്യയിലെ തൊഴിൽ വിപണിയെ കൂടുതൽ സുരക്ഷിതമാക്കും. പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കട്ടെ. കാരണം യുഎഇ എന്ന് പറയുന്നത് അവരുടെ സെക്കൻഡ് ഹോമാണ്. ജോലി നഷ്ടപ്പെടുക എന്നുള്ള പേടി ഈ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ പ്രവാസികളെ അലട്ടുന്ന ഒന്നാണ്. ഇപ്പോൾ താൽക്കാലികമായ വെടിനിർത്തൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ പശ്ചിമേഷ്യയിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം സമാധാനപരമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ ഓരോ പ്രവാസിയും പ്രതീക്ഷയോടുകൂടി പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. എന്തായാലും യുഎഇയിലെ ഈ തൊഴിൽ മാറ്റം നല്ലത് തന്നെയാണ്.